നമ്മൾ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി പോരാട്ടം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനോടകം തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏത് മുന്നണിയിൽ എടുത്ത് നോക്കിയാലും ആ പൊട്ടിത്തെറിയുണ്ട്. ഇപ്പൊ യുഡിഎഫിനെ സംബന്ധിച്ച് മുന്നണി വ്യത്യാസമില്ലാത്ത പൊട്ടിത്തെറി തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആവേശം അങ്ങ് എത്തിക്കഴിഞ്ഞു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ കെ സുധാകരനും അടൂർ പ്രകാശനും ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡ് അവർക്ക് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. രണ്ടുപേർക്കും സീറ്റ് നൽകാൻ പോവുകയാണ്. അതായത് എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നതൊരു നയപരമായ തീരുമാനമായി ഹൈക്കമാൻഡിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം രണ്ടുപേരുടെ സമ്മർദ്ദം, അതിൽ തന്നെ കെ സുധാകരന്റെ പിടിവാശി. അപ്പോൾ അതിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇനി ഇടതുമുന്നണിയിൽ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് തന്ത്രമാണെങ്കിലോ അതാകാം അങ്ങ് വഴങ്ങിയത് ഗെയിം പ്ലാൻ ആണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ സീറ്റുകൾ കിട്ടി അധികാരത്തിലെത്തുക എന്ന ഗെയിം പ്ലാൻ ആയിരിക്കാം. പക്ഷേ അത് എല്ലാ എംപിമാരും ഈ അവകാശവാദവുമായി രംഗത്ത് വരികയാണ്. രണ്ടാമത്തെ കാര്യം, CPM-നകത്തും കാര്യങ്ങൾ ഭദ്രമല്ല. CPM-നെ ചോദ്യം ചെയ്തുകൊണ്ട് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. വിമതർ മത്സരിക്കുന്നു, അവർക്ക് UDF-ന്റെ പിന്തുണയുണ്ട്. അപ്പോൾ ഇടതുമുന്നണിയിലും കാര്യങ്ങൾ ഭദ്രമല്ല. NDA-യിലും പൊട്ടിത്തെറിയുണ്ട്. ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരനൊക്കെ പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക്, BJP-യിലെ നേതാക്കൾക്ക് സീറ്റ് കിട്ടിയില്ല എന്ന പരാതി. ഇപ്പോൾ MT രമേശിന് ആക്ഷേപമുണ്ട്, കുമ്മനം രാജശേഖരന് ആക്ഷേപമുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപേ മുന്നണിക്കകത്തെ പൊട്ടിത്തെറിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട. ഗോപികൃഷ്ണൻ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ എന്താണ് ഈ പരിപാടിയുടെ അർത്ഥമാക്കുന്നത് എന്നറിയാൻ ആഷ്മി താജ് ഇബ്രാഹിമുണ്ട്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ നമ്മുടെ മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയ പരിപാടി നിങ്ങളിൽ എത്തിച്ചേരുന്നത്. ആഷ്മി, ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് രംഗമാവും നമുക്കൊക്കെ കൂടുതൽ ഉത്തരവാദിത്വമാണ്. കാര്യം പ്രേക്ഷകർക്ക് വിശ്വാസ്യത പുലർത്താൻ കഴിയുന്ന ഒരുപാട് കണക്കുകളും കാര്യങ്ങളും വിശകലനങ്ങളും നയസമീപനങ്ങളും ഒക്കെ ഉണ്ടാകണം ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ. ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ ആഷ്മി താജ് ഇബ്രാഹിമിന്റെ മനസ്സിൽ നിറയുന്നത് ഇപ്പോഴെന്താണ്? ഉറപ്പായും നമ്മൾ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് വെറുതെ പറയുന്നതല്ല, അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. 24-ന്റെ പിറവു മുതൽ ഇന്നേ വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇക്കുറി തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പല്ല, ഇത് ഡു ഓർ ഡൈ ബാറ്റിലാണ്. അത് ഏതെങ്കിലും തരത്തിൽ LDF-നോ UDF-നോ ഒരു പരാജയത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും അവർ കഴിയില്ല. LDF തോറ്റു കഴിഞ്ഞാൽ രാജ്യത്ത് ഏക ഭരണം ഉണ്ടായിരുന്ന CPM ഭരണം ഉണ്ടായിരുന്ന സ്ഥലത്ത് അവർക്ക് ഭരണനഷ്ടം ഉണ്ടാകുന്നു. UDF പരാജയപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാം മൂഴം പൂർത്തിയാക്കി മൂന്നാം മൂഴത്തിലേക്ക് നയിക്കുന്ന LDF എന്ന വല്ലാത്ത ഗതികേട്, വല്ലാത്ത നാണക്കേട് UDF-ന് നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ LDF-നോ UDF-നോ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം അചിന്ത്യമാണ് എന്ന് ഉറപ്പായും പറയാം. അതേസമയം NDA-യ്ക്കും അവർ ഏറ്റവും ചുരുങ്ങിയത് 5 സീറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അവരുടെ വലിയ ഹൈപ്പ്, അവരുടെ വലിയ നേതൃത്വം, കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൽ, പ്രധാനമന്ത്രി അടക്കം വരൽ, അമിത്ഷാ അടക്കം വരൽ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവർക്കും 5 സീറ്റിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാൻ വയ്യ. ആ അർത്ഥത്തിൽ അങ്ങേയറ്റം തീവാറും പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോഴും അൺപ്രഡിക്റ്റബിലിറ്റി തെരഞ്ഞെടുപ്പിലുണ്ടെന്ന് ഉറപ്പായും പറയാം. ഏതെങ്കിലും തരത്തിൽ LDF-ന് മൂന്നാം ഊഴം ഉണ്ടാവില്ലെന്നോ ഏതെങ്കിലും തരത്തിൽ UDF-ന് വിജയം ഉണ്ടാകുമെന്നോ എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന ചില സർവേകളൊക്കെ നെറ്റിടക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ പ്രവചിക്കുന്ന സാഹചര്യം. അതിനിടയിലാണ് സ്കേൻ നമ്മൾ നേരത്തെ കണ്ട മാരകമായ പൊട്ടിത്തെറികൾ. എല്ലാ പാർട്ടികളും പൊട്ടിത്തെറി. ഏറ്റവും ഒടുവിൽ കെ സുധാകരനും അടൂർ പ്രകാശനും വഴങ്ങുകയാണ്. നേരത്തെ സ്കേൻ പറയുന്നത് പോലെ ആ വഴങ്ങൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് കാരണം കെ സുധാകരൻ കണ്ണൂരിലെ തലപ്പൊക്കമുള്ള നേതാവാണ്. അടൂർ പ്രകാശ് കോന്നിയിലെ തലപ്പൊക്കമുള്ള നേതാവാണ്. അടൂർ പ്രകാശ് ഇല്ലെങ്കിൽ കോന്നി തിരികെ കിട്ടില്ല എന്നൊരു സാഹചര്യം അവിടെയുണ്ട്. അവിടെ ഇപ്പോൾ ആ സീറ്റിരിക്കുന്ന ജനീഷ് കുമാറിന്റെ കയ്യിൽ, LDF-ന്റെ കയ്യിലാണ്. അത് തിരിച്ചുപിടിക്കാൻ ഈ കരതലാമലകം എന്ന് പറയുന്നത് പോലെ കൈവെള്ളയിലെ നെല്ലിക്ക പോലെ കോന്നി മണ്ഡലത്തിന്റെ മുക്കുമൂലം അറിയാവുന്ന അവിടെ SKN അടൂർ പ്രകാശ് പോകുമ്പോഴേക്കും അടൂർ പ്രകാശ് പറഞ്ഞ നോമിനി റോബിൻ പീറ്റർ ആയിരുന്നു. റോബിൻ പീറ്ററിനെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥിയെ മത്സരിച്ചുകൊണ്ട് തോറ്റു എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അവിടെ കോന്നിയിലുണ്ട്. അങ്ങനെ കോന്നി സീറ്റ് പിടിച്ചെടുക്കാൻ അടൂർ പ്രകാശ്. അതുമാത്രമല്ല SKN നമ്മളിവിടെ ഇത് പുരോഗമന കേരളമാണ് എന്നൊക്കെ, നമ്മൾ ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് യഥാർത്ഥത്തിൽ അറിയാം ഈ നവോത്ഥാന കേരളത്തിൽ ജാതി മതം നന്നായി നോക്കുന്നുണ്ട്. അത് സ്ഥാനാർത്ഥിന് പരിഗണനയാവുന്നുണ്ടെന്ന് നമുക്ക് നന്നായി അറിയാം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവ സമുദായത്തിൽ 2 തലപ്പൊക്കമുള്ള നേതാക്കൾ അവിടേക്ക് വരണം എന്ന ശിവഗിരി മഠമടക്കം പറയുന്ന സാഹചര്യമുണ്ട് സ്കേൻ. അപ്പോൾ ഇത് ഒരുപക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഹൈക്കമാൻഡ് ലോക്കമാൻഡായി തോന്നുമെങ്കിലും ഇത് ആത്യന്തികമായി കോൺഗ്രസിന് പ്രയോജനം ഉണ്ടാക്കുന്ന നീക്കം എന്നാണ് എന്റെ വലിയ പൊളിറ്റിക്കൽ ഗെയിം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.